നാളെ 2025 മാർച്ച് മാസം 10-ാം തീയതി തിങ്കളാഴ്ച ദിവസം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമതായി സംസ്ഥാന പൊതുവിതരണ ഉപഭോക്തൃ കാര്യ കമ്മീഷന്റെ ഭാഗത്തുനിന്നും വന്നിരിക്കുന്ന അറിയിപ്പാണ്. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ട റേഷൻ ഉപഭോക്താക്കളുടെ മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള കേന്ദ്രം അനുവദിച്ച സമയപരിധി ഈ മാർച്ച് 31-ന് അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തതായിട്ടുള്ള റേഷൻ ഉപഭോക്താക്കൾ മാർച്ച് 31-ന് മുമ്പ് തന്നെ മസ്റ്ററിംഗ് ചെയ്യുക. അല്ലാത്തപക്ഷം റേഷൻ മുടങ്ങുന്നതായിരിക്കും. അടുത്തൊരു കാര്യം, ക്യാൻസർ ചികിത്സക്കും പ്രതിരോധത്തിനുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ജനകീയ ക്യാൻസർ ക്യാമ്പയിനിൽ പങ്കെടുത്തുകൊണ്ട് 10 ലക്ഷത്തോളം വരുന്ന ആളുകൾ ക്യാൻസർ സ്ക്രീനിംഗ് നടത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. സംസ്ഥാനത്തെ 1517 ഹോസ്പിറ്റലുകളിൽ സ്ക്രീനിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. സ്ക്രീനിംഗ് സംവിധാനത്തിൽ 42,048 പേരെ ക്യാൻസർ സംശയിച്ച് തുടർ പരിശോധനയ്ക്കായി റഫർ ചെയ്തു. ക്യാമ്പിന്റെ ഭാഗമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇനിയും സ്ക്രീനിങ്ങിന് വിധേയമാകാത്തവർ തൊട്ടടുത്ത ആരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തി സ്ക്രീനിംഗ് നടത്താവുന്നതാണ്. തങ്ങളുടെ ആശാവർക്കറുമായി സംസാരിച്ച് ഇതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അടുത്തൊരു അറിയിപ്പ്, പെൺകുട്ടികളുടെ പേരിൽ 55 ലക്ഷത്തോളം നിക്ഷേപിക്കാവുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായ സുകന്യ സമൃദ്ധി യോജന എന്ന പദ്ധതിയെക്കുറിച്ചാണ്. പെൺകുട്ടികളുടെ പേരിൽ അവരുടെ മാതാപിതാക്കൾക്കോ നിയമപരമായ രക്ഷിതാക്കൾക്കോ ബാങ്കുകളിലോ പോസ്റ്റ് ഓഫീസുകളിലോ സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. ഒരേ മാതാപിതാക്കളുടെ പരമാവധി 2 പെൺകുട്ടികൾക്ക് മാത്രമാണ് സുകന്യ സമൃദ്ധി യോജനയിൽ അംഗമാകാൻ സാധിക്കുകയുള്ളൂ. ഒരു വർഷത്തിൽ മിനിമം 250 രൂപ മുതൽ മാക്സിമം 1.5 ലക്ഷം വരെ നിക്ഷേപിക്കാവുന്നതാണ്. 21% പലിശയാണ് ഈ പദ്ധതിക്ക് ലഭിക്കുന്നത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക.